കെജ്രിവാൾ ഞായറാഴ്ച തീഹാർ ജയിലിലേക്ക് മടങ്ങും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോടതി നിർദ്ദേശപ്രകാരം താൻ കീഴടങ്ങുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. എത്ര നാൾ ജയിലിൽ തുടരേണ്ടി വരുമെന്ന് അറിയില്ല. രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ജയിലിലേക്ക് പോകുന്നതിൽ അഭിമാനമേ ഉള്ളൂ. തന്നെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ജയിലിലായിരുന്നപ്പോൾ മരുന്ന് തരാതിരുന്നു. ശരീരഭാരം 6 കിലോ കുറഞ്ഞു. ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടും ഭാരം കൂടുന്നില്ല. എന്തെങ്കിലും രോഗാവസ്ഥയാകുമെന്നാണ് പരിശോധിച്ച ഡോക്ടർമാർ പറയുന്നത്. ഇത്തവണ ജയിലിൽ തന്നെ കൂടുതൽ ദ്രോഹിച്ചേക്കാം. എന്നാലും തലകുനിക്കില്ല. അകത്തായാലും പുറത്തായാലും ഡൽഹിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രായമായ തന്റെ മാതാപിതാക്കളെ ഓർത്ത് ആശങ്കയുണ്ട്. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കെജ്രിവാൾ പറഞ്ഞു. മദ്യനയ കേസിൽ മാർച്ചിൽ അറസ്റ്റിലായ കെജ്രിവാളിന് മെയ് 10-നായിരുന്നു കോടതി ഇടക്കാല ജാമ്യം നൽകിയത്. ജാമ്യം നീട്ടിച്ചോദിച്ചുള്ള കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിച്ചിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ ഹർജി സമർപ്പിച്ചത്. 7 കിലോ തൂക്കം കുറഞ്ഞ തനിക്ക് PET, CT സ്കാൻ അടക്കം മെഡിക്കൽ പരിശോധനകൾ ആവശ്യപ്പെട്ടായിരുന്നു ജാമ്യം നീട്ടി നൽകാൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ച ബെഞ്ച് ഹർജി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഉന്നയിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത്തരമൊരു ആവശ്യവുമായി എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച സമീപിച്ചില്ല എന്നായിരുന്നു കോടതി ചോദിച്ചത്. ജൂൺ 1 വരെയായിരുന്നു സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. ജാമ്യം നൽകുന്നതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിശക്തമായി എതിർത്തിരുന്നു. ജാമ്യത്തെ എതിർത്ത് ED പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. പ്രചാരണം നടത്തുക എന്നത് മൗലികാവകാശമോ ഭരണഘടനാ അവകാശമോ നിയമപരമായ അവകാശമോ അല്ലെന്ന് വ്യക്തമാക്കിയുള്ളതായിരുന്നു സത്യവാങ്മൂലം. ഡൽഹിയിൽ 25-ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് കെജ്രിവാൾ പുറത്തേക്കിറങ്ങിയത്. ഹർജിയിൽ EDയുടെയും കെജ്രിവാളിന്റെയും വാദം കേട്ട ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത്. ജാമ്യം നൽകരുതെന്ന EDയുടെ ആവശ്യം കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ കെജ്രിവാളിന് അനുവാദമുണ്ടായിരുന്നില്ല. ഫയലുകളിലും ഒപ്പിടരുത് എന്നിങ്ങനെയുള്ള നിബന്ധനകളിലായിരുന്നു ജാമ്യം. കെജ്രിവാൾ മുഖ്യമന്ത്രിയാണെന്നും സ്ഥിരം കുറ്റവാളിയല്ലെന്നും അദ്ദേഹത്തിനെതിരെയുള്ളത് ആരോപണം മാത്രമാണെന്നും അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഡൽഹിയിൽ പല ഫയലുകളും തീർപ്പാക്കാനാകാതെ കിടക്കുന്നുവെന്നും അഭിഷേക് സിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ജാമ്യ ഹർജിയെ EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ഗുരുതര കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് കെജ്രിവാൾ. ജാമ്യം നൽകിയാൽ ദുരുപയോഗം ചെയ്യുകയും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകലാകും. ജയിലിലായിട്ടും കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുന്നത് വ്യക്തിപരമായ തീരുമാനമാണ്. സഹതാപത്തിന്റെ പേരിൽ ജാമ്യം നൽകരുത്. പ്രത്യേക വകുപ്പുകൾ ഇല്ലാതെ കെജ്രിവാൾ ജയിലിൽ കഴിയുന്നത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്നും ED കോടതിയിൽ വാദിച്ചിരുന്നു.